എക്സാമിനറിൻ്റെ പവർഫുൾ ആയിട്ടുള്ള എല്ലാ നീറ്റ് ആസ്പിറൻസിനും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സീരീസിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഓരോ ചാപ്റ്ററിലെയും നീറ്റിന് വേണ്ടി ഉള്ള ഓരോ ചാപ്റ്ററിലെയും മസ്റ്റ് ഡു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഇനിയും റിപ്പീറ്റഡ് ആയി വരാനുള്ള ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളെന്താണ് മസ്റ്റ് ഡു ആയിരിക്കണം, നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഈ സീരീസിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സീരീസ് നിങ്ങൾക്ക് വേറെ ചാപ്റ്റേഴ്സിനും മറ്റ് സബ്ജക്ട്സിനും ആവശ്യമുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, നമ്മൾ +1 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ, ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് ആയിരുന്നു, പക്ഷേ അത് നമ്മൾ കൂട്ടില്ല. അപ്പോൾ എഫക്റ്റീവ്ലി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിലെ മസ്റ്റ് ഡു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു പ്രത്യേക കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ആ ക്വസ്റ്റ്യൻസ് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ കോൺസെപ്റ്റാണ് എറേഴ്സ് ഇൻ പ്രോഡക്ട്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി ആണ്. എ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ക്വാണ്ടിറ്റിയാണ്, അത് മെഷർ ചെയ്തിരിക്കുകയാണ്. ആ എയിൽ എന്താണ് ഒരു എറർ ഉണ്ട്, ഡെൽറ്റ എ എന്ന് പറഞ്ഞ എറർ ഉണ്ട്. അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞാൽ വേറൊരു ക്വാണ്ടിറ്റിയാണ്, അത് മെഷർ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അവനിൽ എന്താണ് ഒരു എറർ ഉണ്ട്, ഡെൽറ്റ ബി എന്ന് പറഞ്ഞ എറർ ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി എ ഇൻറ്റു ബി എന്ന് പറഞ്ഞ എക്സിൽ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞ എറർ ഉണ്ടാവില്ല, തീർച്ചയായിട്ടും എറർ ഉണ്ടാവും. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ആണെങ്കിൽ ഈ ഡെൽറ്റ എക്സ് ബൈ കഴിഞ്ഞില്ല, ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു, അതായത് ഡെൽറ്റ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി റിലേറ്റീവ് എറർ ഇൻ എക്സ് എന്ന് പറയും. എക്സിലെ റിലേറ്റീവ് എറർ, അതായത് എക്സിലെ എറർ ഡിവൈഡ് ബൈ എക്സ് വിൽ ബി ഈക്വൽ ടു എയിലെ എറർ എത്രയായിരിക്കും, റിലേറ്റീവ് എറർ എത്രയായിരിക്കും, ഡെൽറ്റ എ ബൈ എ പ്ലസ് ബിയിലെ റിലേറ്റീവ് എറർ എത്രയായിരിക്കും, ഡെൽറ്റ ബി ബൈ. ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ആണെങ്കിൽ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല, അവരുടെ റിലേറ്റീവ് എറേഴ്സിനെ നിങ്ങൾ പിടിച്ച് ആഡ് ചെയ്യുക. ഡെൽറ്റ എക്സിലെ റിലേറ്റീവ് എറർ അല്ല, എക്സിലെ റിലേറ്റീവ് എറർ ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു മറ്റവൻ രണ്ടിലെ റിലേറ്റീവ് എററിനെ പിടിച്ച് ആഡ് ചെയ്യാം. ഈ റിലേറ്റീവ് എററിന് ഞാൻ ഇവന് പെർസെൻറ്റേജ് എറർ എന്ന് വിളിക്കും. കാരണം രണ്ടും എന്താണ്, വളരെ സിമിലർ ആണ്. ഈ പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ ഈ റിലേറ്റീവ് എറർ തന്നെയാണ്, പക്ഷേ റിലേറ്റീവ് എററിനെ പിടിച്ച് നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് എറർ കിട്ടും. ഫോർ എക്സാമ്പിൾ റിലേറ്റീവ് എറർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.3 എന്ന് കിട്ടി. പെർസെൻറ്റേജ് എത്രയാണ്, 0.3 × 100 30%. നിങ്ങൾക്ക് അറിയാലോ 0.3 എന്ന് പറഞ്ഞാൽ 30%. ഡെസിമലിൽ 0.3 എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ടേംസിൽ 30%, 0.5 എന്ന് പറഞ്ഞാൽ 50%. മനസ്സിലായില്ലേ? അപ്പോൾ ആ റിലേറ്റീവ് എറർ പെർസെൻറ്റേജ് എറർ ഞാൻ ഇൻ്റർചേഞ്ചബിളി ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും, വിഷയമുള്ള കാര്യമില്ല. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക, പെർസെൻറ്റേജ് എറേഴ്സിനെ പിടിച്ച് ആഡ് ചെയ്യുക, പെർസെൻറ്റേജ് എറർ പിടിച്ച് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ എ ഡിവൈഡഡ് ബൈ ബി എന്ന് വന്നാലോ, ഡിവിഷൻ ആണെങ്കിലും എ ഡിവൈഡ് ബൈ ബി വന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, പെർസെൻറ്റേജ് എററിനെ ആഡ് ചെയ്യണം. മാത്രമേ ഉള്ളൂ, ഡിവിഷൻ ആണെങ്കിലും ആഡ് ചെയ്യണം. ഇനി അതേസമയം ഇവിടെ ഒരു പവറിൻ്റെ ഒരു സിനാരി വന്നാണ്. ഫോർ എക്സാമ്പിൾ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു ബി സ്ക്വയർ എന്ന് പറഞ്ഞു, എ ബി സ്ക്വയർ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്തായിരിക്കും, ഒന്നുമില്ല, പെർസെൻറ്റേജ് എററിന് എക്സ് എന്താണ്, ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് തന്നെ ചെയ്യുക ഡെൽറ്റ ബി ബൈ ബി. ഇനി ആ പവറിനെ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ പവറിനെ എടുത്ത് നിങ്ങൾ സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുക, 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി, ബിക്കോസ് അവൻ്റെ പവർ 2 ആയതുകൊണ്ട് പവറിനെ പിടിച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, പവർ ഇങ്ങനെ സ്ക്വയർ ചെയ്യേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇത് വെച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ, ഏറ്റവും നിങ്ങൾ ചെയ്തിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. AIPMD 1995 വന്ന ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. ദി പെർസെൻറ്റേജ് എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് മാസ് ആൻഡ് സ്പീഡ് ആർ 2 and 3%. ദി എറർ ഇൻ കൈനറ്റിക് എനർജി എന്താണ്? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താണ്, ½ m × v² ആണ്. ഇനി ഇവർ പറഞ്ഞു മാസിലെ ഒരു എറർ ഉണ്ട്, മാസിലെ എറർ എത്രയാണെന്ന് പറഞ്ഞാൽ ഡെൽറ്റ എം എത്രയാണ്, 2% ആണെന്ന് പറഞ്ഞു. അതുപോലെ സ്പീഡിലെ എറർ എത്രയാണ്, വിയിലെ എറർ എത്രയാണ്, 3% ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കൈനറ്റിക് എനർജിയിലെ പെർസെൻറ്റേജ് എറർ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനൊക്കെ തന്നിട്ടുണ്ട്. എത്രയായിരിക്കും നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിക്കുക, വീഡിയോ പോസ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കിയ ശേഷം കമൻറ്റും ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ആൻസർ നോക്കുക, കമൻറ്റ് ചെയ്യുക. ആൻസർ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യുന്നതിന് ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആരും നിങ്ങൾ ജഡ്ജൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലേ. നീറ്റ് കിട്ടിയുള്ള ഡോക്ടേഴ്സ് ഒന്നല്ലോ, കുഴപ്പമില്ല, കമൻറ്റ് ചെയ്യാം. ഓക്കെ, കമൻറ്റ് ചെയ്യുക, അതിൻ്റെ ആൻസർ നോക്കാം. എന്തായിരിക്കും നമ്മൾ പഠിച്ച ലോജിക്ക് എന്താണ്, ഒന്നുമില്ല, പ്രൊഡക്റ്റ് അല്ലേ ഇവിടെ വരുന്നത്, മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ എന്താണ്, പെർസെൻറ്റേജ് എറേഴ്സ് ആഡ് ചെയ്യും, ഡെൽറ്റ കെ ബൈ കെ ഇവൻ്റെ പെർസെൻറ്റേജ് എറർ. ഹാഫിൻ്റെ പെർസെൻറ്റേജ് എറർ ഇല്ല, കാരണം ഹാഫ് എന്ന് പറഞ്ഞാൽ നമ്പറാണ്, ഇറ്റ് ഇസ് നോട്ട് എ മെഷറബിൾ ക്വാണ്ടിറ്റി. അപ്പോൾ അവൻ എറർ ഇല്ല, അപ്പോൾ അവൻ്റെ എറർ 0. ഡെൽറ്റ എമ്മിലെ എറർ എത്രയാണ്, ഡെൽറ്റ എം ബൈ എം റിലേറ്റീവ് എററാണ്, അതിൽ പെർസെൻറ്റേജ് എററാണ്. വിയിലെ എറർ എത്രയാണ്, ഡെൽറ്റ വി ബൈ വി, പവർ ഉള്ളതുകൊണ്ട് പവറിനെ പിടിച്ച് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തു, 2 ആണ്, പവറിനെ സൈഡിൽ പിടിച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി സിമ്പിളാണ്, ഡെൽറ്റ എം ബൈ എം എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് എറർ എം വിച്ച് ഇസ് 2%. അവർ തന്നില്ല, ഡെൽറ്റ എം ബൈ എം ആണ് 2% എന്ന് പറഞ്ഞത്. അതുപോലെ 2 ഇൻറ്റു ഡെൽറ്റ വി ബൈ വി ആണ് തന്നിരിക്കുന്നത്, 3% എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത് അല്ലേ, ഡെൽറ്റ വി ബൈ വി 3%. ഓക്കെ, ഇനി ഇത് സിമ്പിളായിട്ട് ചെയ്ത് നോക്കിയാൽ 2 × 3 6 + 2 8%. So 8% is the percentage error in kinetic energy. So this is the answer.
മനസ്സിലാവുന്നുണ്ടോ? സിമ്പിളായിട്ട് ചെയ്തു, ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ കുറച്ച് ഇതൊക്കെ മാത്തമാറ്റിക്സ് പെട്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വെറും സെക്കൻഡ്സ് കൊണ്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നോക്കി തന്നെ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റൻ AAPMD 1996 2018 JEE മെയിനിൽ വന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. ദ ഡെൻസിറ്റി ഓഫ് എ ക്യൂബ് ഇസ് മെഷർഡ് ഇഫ് ദി മാക്സിമം എറർ ഇൻ ദി മാസ് ആൻഡ് ലെങ്ത് ആർ. മാസിൽ എറർ എത്രയാണ്? 4%. ലെങ്ത്തിൽ എറർ എത്രയാണ്? ലെങ്ത് മെഷർ ചെയ്തു അതിലെ പെർസെൻറ്റേജ് എററാണ് എല്ലാം തന്നിരിക്കും 3%. വാട്ട് ഈസ് ദി മാക്സിമം എറർ ഇൻ ഡെൻസിറ്റി? ഡെൻസിറ്റിയിൽ എറർ എത്രയാണ്? എറർ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡെൽറ്റ റോ ബൈ റോ ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ചെയ്യുക? വീണ്ടും ഫോർമുല ആലോചിക്കുക. ഡെൻസിറ്റിയുടെ ഫോർമുല ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. മാസ് ബൈ ക്യൂബാണ്. ക്യൂബിൻ്റെ വോളിയം L ക്യൂബ് അഥവാ A ക്യൂബ് എന്ന് പറയും അല്ലേ? ലെങ്ത്തിൻ്റെ ക്യൂബാണ് വോളിയം. അപ്പോൾ M ബൈ വോളിയം അഥവാ M ബൈ L ക്യൂബ്. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞേ ഡെൽറ്റ റോ ബൈ റോ. പെർസെൻറ്റേജ് എററിൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ ഓപ്പറേഷൻ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ അല്ല ഡിവിഷൻ. ഡിവിഷൻ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞ സെയിം റൂളാണ്. പെർസെൻറ്റേജ് എററിന് ആഡ് ചെയ്യുക. ഡെൽറ്റ M ബൈ M ഒന്നുമില്ല, പ്ലസ് ഡെൽറ്റ L ബൈ L ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. പ്ലസ് തന്നെയാണ്, ഇവിടെ മൈനസ് ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ഡിവിഷൻ ആണ് സാർ, നമ്മൾ മൈനസ് ആക്കിയേക്കാം എന്ന് വിചാരിക്കരുത് കേട്ടോ. പവറിനെ പിടിച്ച് സൈഡ് ഇടണം. സാർ L⁻³ അല്ലേ അവിടെ കിടപ്പുള്ള? -3 വേണ്ട, എല്ലാം പോസിറ്റീവ്. ഓക്കെ, അവസാനം എല്ലാം പോസിറ്റീവ്. എറേഴ്സ് നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും പോസിറ്റീവ് വന്നാൽ മതി, നിങ്ങൾ മൈനസ് ചെയ്യാൻ പോകണ്ട. ഇനി സിമ്പിളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡെൽറ്റ M ബൈ M എത്രയാണ്? 4% ആണ്. പ്ലസ് 3 × ഡെൽറ്റ L ബൈ L എത്രയാണ്? 3% ആണ്. അപ്പോൾ 3 × 3%. 3 × 3 9, 9 + 4 13% ആണ് ഫൈനൽ ആൻസർ. സിമ്പിൾ. ടിക്കിടാൻ മുന്നോട്ട് പോകാം. അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2 ക്വസ്റ്റ്യൻ കൂടി നമ്മൾ NEET 2019 കുറച്ചും കൂടി റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. In an experiment, the percentage of error occurred in the measurement of physical quantities A, B, C and D are 1%. A ലെ 1, B ലെ 2 അങ്ങനെ. The maximum percentage of error in the measurement of X. Xലെ എറർ എത്രയാണ്? X എയും ബി ആയിട്ടുള്ള റിലേഷൻ തന്നിട്ടുണ്ട്. എത്രയാണെന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ തന്നിട്ടുണ്ട്, ചെയ്ത് നോക്കുക. ഓക്കെ, ഒന്നുമില്ല. ഇവിടെ X എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അവരിലൊക്കെ എറർ ഉണ്ട്, Xലും എറർ ഉണ്ടാവും. എത്രയായിരിക്കും Xലെ എറർ? X എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയൊക്കെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഡിവിഷൻ്റെ കോമ്പിനേഷൻ ആണ്. എന്ത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഡിവിഷൻ ആണ് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. പെർസെൻറ്റേജ് എറർ പിടിച്ച് ആഡ് ചെയ്താൽ ഡെൽറ്റ A ബൈ A, പിന്നെ ആരാ ബി ഉണ്ടോ? ഡെൽറ്റ B ബൈ പവർ നോക്കണ്ട ആദ്യം. ഡെൽറ്റ B ബൈ B പ്ലസ് ഡെൽറ്റ C ബൈ C പ്ലസ് ഡെൽറ്റ D ബൈ D. ഇനിയിപ്പോൾ പവറിനെ ആലോചിക്കും. പവർ എൻ്റെ 2 ആണ്, അപ്പോൾ 2 ഇവിടെ എഴുതി. ബീൻ്റെ ഹാഫ് ആണ്, ഹാഫ് ഇവിടെ എഴുതി. സീൻ്റെ 1/3 ആണ് ഇവിടെ എഴുതി. ഒരിക്കൽ C താഴെയാണ്, അപ്പോൾ C⁻⁻⁻3 അങ്ങനെ ആലോചിക്കണ്ട. പവർ മൈനസ് ആണ് പ്ലസ് ആണെങ്കിലും നിങ്ങൾ പ്ലസ് ഇട്ട് ചെയ്താൽ മതി. അതാണ് അതിൻ്റെ ലോജിക്ക് കേട്ടോ. അതിൻ്റെ എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല. അതിൻ്റെ ഒരു വളരെ ലോജിക്കൽ റീസൺ ഉണ്ട്. ഇതിൻ്റെ ഡെറിവേഷൻ പഠിക്കണം. പക്ഷേ ഇങ്ങനെ ഡിറൈവ് ചെയ്ത് പഠിക്കണം. നമ്മൾ പഠിക്കാൻ പോകുന്നില്ല. ഡീൻ്റെ 3 ആണ് 3 2. ഇനി സിമ്പിളായിട്ട് ചെയ്യാം. 2 × Aയിലെ എറർ എത്രയാണ്? 1%. അപ്പോൾ 2 × 1% 2%. ഹാഫ് ഇൻറ്റു ഫുള്ള് കാൽക്കുലേഷൻ എഴുതണ്ടല്ലോ. ഹാഫ് ഇൻറ്റു ബിയിലെ എറർ എത്രയാണ്? ഹാഫ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 1%. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെ 1/3 ഇൻറ്റു സിയിലെ എറർ എത്രയാണ്? 3%. 1/3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 1%. പ്ലസ് 3 ഇൻറ്റു ഡിയിലെ എറർ എത്രയാണ്? 3 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 4%. 4 × 3 12%. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 12 + 3 13 14 14 + 2 16%. ടിക്കോടെ പിടിക്കാൻ കഴിയും. അപ്പോൾ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് അല്ലേ? ഒന്നുമില്ല അതിൽ. നിങ്ങൾക്ക് എത്രയും കാര്യങ്ങൾ അറിയണമെങ്കിൽ എത്ര ചോദ്യമാണ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ബേസ്ഡ് ആയാലും എന്ത് ചോദ്യമാണ് ചെയ്യാൻ പറ്റും. ഓക്കെ, 2008 AAPMDയിലെ ക്വസ്റ്റൻ നോക്കാം. ഇതോടെ നമുക്ക് ക്വസ്റ്റൻ തീർക്കാം കേട്ടോ. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഇത് എറർ ഇൻ ദി മെഷർമെന്റ് ഓഫ് റേഡിയസ് ഓഫ് എ സ്ഫിയർ. റേഡിയസിൽ എറർ എത്രയാണ് അവർ പറഞ്ഞിരിക്കുന്നത്? ഡെൽറ്റ R/R ആയിരിക്കും, 2% ആണ്. ദെൻ ദി എറർ ഇൻ ദി ഡിറ്റർമിനേഷൻ ഓഫ് വോളിയം എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. വോളിയത്തിൽ എറർ ആണ്. സിമ്പിൾ. സ്ഫിയർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്ത് പറഞ്ഞാലും ഇക്വേഷൻ അത് എഴുതാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്ഫിയറിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. 4/3 πr³ ആണ് കേട്ടോ. അപ്പോൾ സർഫസ് ഏരിയ ആണെങ്കിൽ 4πr² വരും. വോളിയമാണ് 4/3 πr³. അങ്ങനെയാണ് ഡെൽറ്റ V/V എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ, അഡീഷനും സബ്ട്രാക്ഷനും ഇല്ല. അപ്പോൾ പിടിച്ച് പെർസെൻറ്റേജ് എററിന് ആഡ് ചെയ്ത് 4/3 പെർസെൻറ്റേജ് എറർ ഇല്ല, പൈയിൽ പെർസെൻറ്റേജ് എറർ ഇല്ല. ഡെൽറ്റ R/R ആയിരിക്കും മറ്റവൻ്റെ പെർസെൻറ്റേജ് എറർ. പക്ഷേ 3നെ മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ 3 × ഡെൽറ്റ R/R 3 × 2% 6% ഇസ് ദി കറക്റ്റ് ആൻസർ. ടിക്കിട ഇവിടെ പോയി മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇത്ര സിമ്പിളാണ്. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വരുള്ളൂ. നിങ്ങൾ സിമ്പിൾ ചോദ്യം വന്നാൽ നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം മാർക്ക്. ഉറപ്പിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾ മിസ് ചെയ്താൽ നിങ്ങൾ മണ്ടന്മാരായി പോകും. കാരണം ഇതെല്ലാവരും മിക്ക ആൾക്കാരും ഒരു 50% എങ്കിലും നീറ്റ് കാൻഡിഡേറ്റ്സ് ചെയ്യുന്ന ക്വസ്റ്റനാണ്. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്താൽ നിങ്ങൾ ഇവിടെ മാർക്ക് കളിയാണ്. അതുകൊണ്ട് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഇത്രയും പഠിക്കേണ്ടതുള്ളൂ. ഇനി ഒരൊറ്റ ഹോംവർക്ക് ക്വസ്റ്റൻ കൂടി തരാം. നിങ്ങളോട് ചോദിക്കുകയാണ് ഇതേ ക്വസ്റ്റൻ, പക്ഷേ സർഫസ് ഏരിയയിലെ എറർ എത്രയായിരിക്കും? ഈ സ്ഫിയറിൻ്റെ തന്നെ സർഫസ് ഏരിയയിലെ പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അത്രയും എനിക്ക് പറയാനുള്ളൂ. ഇനി നമുക്ക് ഇങ്ങനെ സീരീസ് നിങ്ങൾക്ക് ഇനി വേണം. ഓരോ ചാപ്റ്ററിൻ്റെ ഓരോ ഇമ്പോർട്ടൻറ്റ് മസ്റ്റ് ഡു PYQs നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അറിയിക്കുക. ഞങ്ങൾ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. Bye and take care and keep studying.